ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആനുവൽ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കിയാലോ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ടീച്ചറിനെ കേട്ടിട്ട് നിങ്ങൾ വരച്ചു ചേർക്കണം. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ഡു അക്കോർഡിംഗ്ലി. ടീച്ചർ പറയുന്നത് പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചിത്രത്തിൽ കാണുന്നത്? സിയയെ കാണാം. വീൽ ചെയറിലിരിക്കുന്ന സിയ വീൽ ചെയർ കൊടുത്ത ബോയിയെയും കാണാം അല്ലേ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? സിയെ ഓർമ്മയുണ്ടല്ലേ? അവർ പാർക്കിലിരിക്കുകയാണ്. അവിടെ ബേക്കിലായിട്ട് എന്ത് കാണാം? ഒരു മരം കാണാം, ഒരു പോണ്ട് കുളം കാണാം. അപ്പോ ടീച്ചർ ഇതൊക്കെ കളർ ചെയ്യാൻ പറയും. വിച്ച് കളർ ഈസ് ദ ക്യാപ്പ് എന്ന് ചോദിക്കാം. ആരുടെ ക്യാപ്പ്? ബോയിയുടെ ക്യാപ്പേ. അപ്പോൾ അവര് കളർ ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾ ആ ക്യാപ്പ് കളർ ചെയ്യണം. പിന്നെ ഒരു ട്രീ എവിടെ കണ്ടല്ലോ നിങ്ങൾ, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. ഈസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ? അത് ചെറുതോ വലുതോ എന്നൊക്കെ ചോദിക്കാം. എന്നിട്ട് ഷാൽ വി കളർ ഇട്ട് എന്ന് ടീച്ചർ പറയും. അപ്പോൾ നിങ്ങൾ കളർ ചെയ്യാം. പിന്നെ ഡ്രോ എ ബൈസിക്കിൾ അണ്ടർ ദ ട്രീ. ഒരു ബൈസിക്കിള്, ഒരു സൈക്കിള് എവിടെ? അണ്ടർ ദ ട്രീ, ട്രീയുടെ അടിയിൽ വരയ്ക്കുക. ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ബട്ടർഫ്ലൈ, കൈറ്റ്, ബൈസിക്കിള്, റെയിൻബോ, ബേഡ്സ്, അതൊക്കെ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ച് വരയ്ക്കുക. പിന്നെ ഡ്രോ എ ഫിഷ് ഇൻ ദ പോണ്ട്. ആ കുളത്തിൽ ഒരു ഫിഷിനെയും വരയ്ക്കുക. ഓണം എക്സാം, ക്രിസ്മസ് എക്സാം എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ചിത്രത്തിന് കളർ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ കാണും. അപ്പൊ ടീച്ചറുടെ നിർദ്ദേശം അനുസരിച്ച് കളർ ചെയ്യുക. മരത്തിന്റെ ഇലയ്ക്കൊക്കെ പച്ച കളർ തന്നെ കൊടുക്കുക. അങ്ങനെ നല്ല വൃത്തിക്ക് കളർ ചെയ്താൽ ഫുൾ മാർക്കും കിട്ടും. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയാലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, മോം ആൻഡ് ബോയ്. അപ്പൊ നോക്കി, ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ബോയ്, സിയയിൽ നിന്നും വീൽ ചെയർ ഒക്കെ വാങ്ങിയ ആ ബോയ് എവിടെ വന്നു? വീട്ടിൽ വന്നു. അവന്റെ അമ്മയോടൊപ്പം സംസാരിക്കുന്നതാണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഈ സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വീൽ ചെയർ ഒന്നും ഇല്ലാതെ വാക്കറും കൊണ്ടുപോയ കുട്ടി വീൽ ചെയറുമായിട്ട് വരുമ്പോൾ അമ്മ എന്ത് ചോദിക്കും? ഇതെന്താ മോനെ എന്ന് ചോദിക്കും അല്ലേ. അപ്പോ അമ്മ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദിസ് ഡിയർ? എന്താണിതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബോയ് എന്ത് മറുപടി പറയുമെന്ന് നിങ്ങൾ അവിടെ എഴുതണം. എന്ത് പറയും? ദിസ് ഈസ് എ വീൽ ചെയർ എന്നോ ഇറ്റ് ഈസ് എ വീൽ ചെയർ എന്നോ എഴുതാല്ലേ. അപ്പൊ അത് നിങ്ങൾ എഴുതണം, ഇറ്റ് ഈസ് എ വീൽ ചെയർ. അപ്പൊ അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഹൂ ഗേവ് യു ദിസ്? ആരാണ് നിനക്കിത് തന്നത്? അപ്പൊ ബോയ് എന്ത് പറയും? സിയ ഗേവ് ദിസ് അല്ലെ, സിയയാണ് എനിക്ക് ഇത് തന്നതെന്ന് പറയും. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ദ ബോയ്സ് ഗിഫ്റ്റ്. ബോയിയുടെ ഗിഫ്റ്റ്. ആർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? സിയയ്ക്കായിരിക്കും അല്ലേ. ആ ബോയ് വളരെ ഹാപ്പി ആയണം അല്ലേ. അപ്പോഴ് ആ കുട്ടി എന്ത് പറഞ്ഞു കാണും? അമ്മയോട് സിയയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു കാണും അല്ലേ. അപ്പോൾ സിയയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ബോയിയുടെ അമ്മ തീരുമാനിച്ചു. അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. നോക്കിയേ, ദ ബോയ്സ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ്ട് ഒരു ഡോളിനെയാണ്, ഒരു പാവ. കളർ ആൻഡ് ഡിസ്ക്രൈബ് ദ ഡോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോളിനെ നന്നായിട്ട് കളർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡോളിനെ കുറിച്ച് എഴുതുകയും വേണം അല്ലേ. ഡോളിനെ കുറിച്ച് നിങ്ങൾ എഴുതണം. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക? കളർ ചെയ്യുക. കളർ ചെയ്തതിന് ശേഷം ഡോളിനെ കുറിച്ച് എഴുതുക അല്ലേ. ദിസ് ഈസ് ഒന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ദിസ് ഈസ് എ ഡോൾ. ഇതൊരു ഡോളാണ്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡോൾ അല്ലേ. ഇതൊരു മനോഹരമായ ഡോളാണ്. പിന്നെ എന്തെഴുതാം? അതിന്റെ ഡ്രസ്സിന്റെ കളറിനെ കുറിച്ച് എഴുതിയാലോ? എഴുതാം അല്ലേ. അപ്പൊ നിങ്ങൾ ഏത് കളറാണോ കൊടുക്കുന്നത് അതനുസരിച്ച് എഴുതണം. ഇറ്റ്സ് ഡ്രസ് കളർ ഈസ് റെഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കളർ കൊടുത്തോ അതനുസരിച്ച് എഴുതണം. ഇനി നോക്കിയേ, ബ്ലാക്ക് ഐസ് ആണല്ലേ, കേളി ഹെയർ ആണല്ലേ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഹാസ് ബ്ലാക്ക് ഐസ് ആൻഡ് കേളി ഹെയർ എന്ന് എഴുതാം. അപ്പോൾ എന്തെങ്കിലും ഒരു 3 സെന്റൻസ് എഴുതുക. അത് നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ പഠിച്ചു? നമ്മൾ റെയിൻബോ, കൈറ്റ്, ബട്ടർഫ്ലൈ, ബൈസിക്കിൾ ഒക്കെ എഴുതാൻ പഠിച്ചതാണ്. അപ്പൊ അതിന്റെ തന്നെ സെന്റൻസുകൾ ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് അവിടെ ഡോള് മാറ്റി കൊടുത്താൽ മതിയാകും അല്ലേ. അപ്പോൾ ഇതോടൊപ്പം തന്നെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. ഏത് നമ്മൾ പഠിച്ച ബട്ടർഫ്ലൈ, കൈറ്റ്, റെയിൻബോ, പിന്നെയോ ബൈസിക്കിൾ, ഇതിനെ കുറിച്ചെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ടീം റെയിൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച എല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4, സിയാസ് ഡയറി.
അപ്പോൾ ആക്ടിവിറ്റി 4 എന്താണ്? സിയയുടെ ഡയറിയാണ്. ഹിയർ ഈസ് ദ ഡയറി ഓഫ് സിയ, റീഡ് ഹെർ ഡയറി. ഇതാണ് സിയയുടെ ഡയറി വായിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഇന്നത്തെ ദിവസം ഞാൻ വളരെ സന്തോഷവതിയാണ്. ഐ ഗോട്ട് എ ഡോൾ. എനിക്കൊരു ഡോള് കിട്ടി. നമ്മൾ നേരത്തെ തന്നെ കണ്ടല്ലേ, ആ ബോയിയുടെ അമ്മയാണ് ഡോള് കൊടുത്തതല്ലേ. ദ ബോയ്സ് മദർ ഗേവ് മീ ദ ഡോൾ. ആ ബോയിയുടെ അമ്മയാണ് ആർക്ക്? സിയയ്ക്ക് ഡോള് കൊടുത്തത്. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഇതെന്ത് ചെയ്യും? പാടുകയും ചെയ്യും ഡാൻസ് ചെയ്യുകയും ചെയ്യും ഈ ഡോള്. ഐ ലൈക്ക് ദ ഡോൾ. എനിക്ക് ഡോള് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഇനി താഴെ നോക്കിയേ, ഗീവ് എ ടിക്ക് മാർക്ക് ടു ദ കറക്റ്റ് വൺ ആൻഡ് ദ ക്രോസ് മാർക്ക് ടു ദ ഇൻകറക്റ്റ് വൺ. ശരിയായതിന് ടിക്ക് മാർക്കും തെറ്റായതിന് ക്രോസ് മാർക്കും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് വൺ, സിയ ഈസ് ഹാപ്പി. സിയ ഹാപ്പി ആണോ? പറഞ്ഞിട്ടുണ്ടല്ലേ, സിയ വളരെ ഹാപ്പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടിക്ക് മാർക്ക് കൊടുക്കാം. 2 നോക്കൂ, സിയ ലൈക്സ് ദ ഡോൾ. സിയയ്ക്ക് ഡോള് ഇഷ്ടപ്പെട്ടു അല്ലേ, അപ്പൊ അതും ടിക്ക് മാർക്ക് കൊടുക്കാമല്ലോ. ദ ബോയ് ഗോട്ട് എ ഡോൾ. ബോയ്ക്കാണോ ഡോളിനെ കിട്ടിയത്? അല്ലല്ലേ, സിയയ്ക്കാണ് കിട്ടിയത്. ഇത് സിയയുടെ ഡയറിയാണ്, അപ്പൊ അത് ക്രോസ് മാർക്ക് ചെയ്യുക. ദ ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഡോളിന് പാടാനും ഡാൻസ് ചെയ്യാനും കഴിയുമെന്ന് നേരത്തെ തന്നെ ഡയറിയിൽ നമ്മൾ വായിച്ചല്ലേ. ദ ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്, അപ്പൊ അത് ടിക്ക് മാർക്ക് ചെയ്യുക. 5 നോക്കിയേ, 5th വൺ, സിയാസ് മദർ ഗേവ് ദ ഡോൾ. സിയയുടെ അമ്മയാണ് സിയയ്ക്ക് ഡോള് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ടിക്ക് മാർക്ക് ചെയ്യരുത്. സിയയുടെ അമ്മയാണോ ഡോള് കൊടുത്തത്? അല്ല, ആ ബോയിയുടെ അമ്മയാണ് ഡോള് കൊടുത്തത് അല്ലേ, അപ്പോൾ അത് ക്രോസ് മാർക്ക് ചെയ്യുക. നോക്കൂ, അടുത്ത ആക്ടിവിറ്റി 5, ഡോൾസ് സോങ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഡോളിന്റെ ചിത്രവും തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് ദ സോങ്. ആഡ് മോർ ലൈൻസ് ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അപ്പൊ എല്ലാ ചോദ്യപേപ്പറിലും നമ്മൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ഒക്കെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ ചോദ്യപേപ്പറിലും ആഡ് മോർ ലൈൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരികൾ കൂട്ടിച്ചേർക്കാനുള്ള ക്വസ്റ്റ്യൻ കാണും. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് ഈ സോങ്ങിലേക്ക്, പാട്ടിലേക്ക് ലൈനുകൾ ആഡ് ചെയ്യണം. നോക്കൂ, ഐ ആം എ ഡോൾ സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. ഞാനൊരു ഡോളാണ്, സ്മാർട്ടും ക്യൂട്ടും ആണ്. ഐ ലൈക്ക് ടു ഡാൻസ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്? ടിപ്പ് ടാപ്പ് ടൂപ്പ്, ടിപ്പ് ടാപ്പ് ടൂപ്പ്. ഡാൻസ് ചെയ്യുന്നതിന്റെ സൗണ്ടാണല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡോള് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരെയാ തന്നിരിക്കുന്നത്? അവിടെ ഒരു പെൺകുട്ടി മൈക്കുമായിട്ട് പാടുന്ന ചിത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് തന്നിട്ടുണ്ട് ഐ ആം എ ഗേൾ. ഞാനൊരു പെൺകുട്ടിയാണ്. സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. സ്മാർട്ടാണ്, ക്യൂട്ടാണ്. അടുത്ത നെക്സ്റ്റ് ലൈൻ നമ്മൾ എഴുതി കൊടുക്കണം. എന്തെഴുതും? മുകളിലത്തെ 3rd ലൈൻ നോക്കി, ഐ ലൈക്ക് ടു ഡാൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ എന്തെഴുതണം? കുട്ടിക്ക് പാടാനാണ് ഇഷ്ടം. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഐ ലൈക്ക് ടു സിങ്. ലാ 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 എന്ന് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഒരു തവണ കൂടി എന്തെഴുതണം? ലാ ലാ ലാ. പാടുന്നത് ലാ 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 എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ആഡ് മോർ ലൈൻസ് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ആഡ് മോർ ലൈൻസ്, കൂടുതൽ വരികൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റോബോട്ട് എന്നുള്ള ചാപ്റ്ററിൽ സിയയും അമ്മയും കൂടി കീ സെർച്ച് ചെയ്യുന്ന ഒരു രംഗമുണ്ട് അല്ലേ. അപ്പൊ അത് നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ്, നമുക്ക് നോക്കാം. വേർ ഇസ് ദ കീ? കീ എവിടെ? ഇസ് ഇറ്റ് ഓൺ ദ ടേബിൾ? ടേബിളിന് മുകളിലുണ്ടോ? നോ ഡിയർ, നോട്ട് ഓൺ ദ ടേബിൾ. നോ, അവിടെ ഇല്ല. ടേബിളിന് മുകളിൽ കീ ഇല്ല. വേർ ഇസ് ദ കീ? വീട്ടിൽ ചോദിക്കുകയാണ്, എവിടെയാണ് കീ? ഇസ് ഇറ്റ് ഇൻ ദ ബോക്സ്? ബോക്സിനുള്ളിലുണ്ടോ? നോ ഡിയർ, നോട്ട് ഇൻ ദ ബോക്സ്. ബോക്സിനുള്ളിൽ ഇല്ല. വേർ ഇസ് ദ കീ? ഈസ് ഇറ്റ് ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്തെഴുതാം? ഈസ് ഇറ്റ് ഇൻ ദ ഷെൽഫ്? ഷെൽഫിനുള്ളിലുണ്ടോ? നോ ഡിയർ, നോട്ട് ഇൻ ദ ഷെൽഫ് എന്ന് എഴുതി കൊടുക്കാം. ഇങ്ങനെ 1-2 വരികളായിരിക്കും ആഡ് ചെയ്യാൻ ഉണ്ടാവുക. അപ്പൊ മുകളിലത്തെ വരികൾ നോക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ടീച്ചർ പറഞ്ഞു തരും, അതനുസരിച്ച് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ വാക്കുകളൊക്കെ എഴുതാൻ പഠിച്ചിരിക്കുക. നമ്മളിപ്പോ നോക്കിയ ക്വസ്റ്റ്യനില് ഡോളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചു അല്ലേ, അതുപോലെ പട്ടത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാം. കൈറ്റ്, പട്ടം. അപ്പൊ എന്തൊക്കെ നമുക്ക് എഴുതാം? ദിസ് ഈസ് എ കൈറ്റ്. കൈറ്റ് വരയ്ക്കാൻ അറിയണം കേട്ടോ. അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൈറ്റ്. മനോഹരമായ പട്ടമാണ്. ഇറ്റ് ഈസ് എ റെഡ് കൈറ്റ്. നിങ്ങൾ ഏത് കളർ കൊടുക്കുന്നോ അതനുസരിച്ച് എഴുതാം. ഇതൊരു ചുവന്ന പട്ടമാണ്. ഇറ്റ് ഹാസ് 3 ടൈൽസ്. ഇതിന് എത്ര വാലുണ്ട്? 3 വാലുകളുണ്ട്. ദിസ് കൈറ്റ് ക്യാൻ ഫ്ലൈ. ഈ കൈറ്റ് എന്ത് ചെയ്യും? പറക്കാൻ കഴിയും. ഈ കൈറ്റിന് പറക്കാൻ കഴിയും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബൈസിക്കിളിനെ കുറിച്ച് എഴുതി നോക്കാം. സൈക്കിളിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണല്ലോ. ഇത് നമ്മുടെ ഒരു കുഞ്ഞു മോള് വരച്ച ബൈസിക്കിൾ ആണേ.
നോക്കൂ, ദിസ് ഈസ് എ ബൈസിക്കിൾ, ഇതൊരു സൈക്കിൾ ആണ്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ബൈസിക്കിൾ, ഇതൊരു മനോഹരമായ ബൈസിക്കിൾ ആണ്. ഇറ്റ് ഹാസ് 2 വീൽസ്, ഇതിന് എത്ര വീലുകളുണ്ട്? 2 വീലുകളുണ്ട്. ഇറ്റ് ഈസ് പിങ്ക് ആൻഡ് ഓറഞ്ച് ഇൻ കളർ, നിങ്ങൾ ഏത് കളർ കൊടുക്കുന്നോ അതനുസരിച്ച് കളർ എഴുതാം. ഐ ലൈക്ക് ടു റൈഡ് ബൈസിക്കിൾ, എനിക്ക് ബൈസിക്കിൾ ഓടിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഏത് കളർ കൊടുക്കുന്നോ അതുപോലെ കളർ എഴുതുക. ചെയ്യുമല്ലോ. ഇതുപോലെ ബട്ടർഫ്ലൈയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതാം? ദിസ് ഈസ് എ ബട്ടർഫ്ലൈ, ഇതൊരു പൂമ്പാറ്റയാണ്. ദിസ് ഈസ് മൈ ബട്ടർഫ്ലൈ, ഇതെന്റെ പൂമ്പാറ്റയാണ്. ഇറ്റ് ഈസ് എ സ്മോൾ ബട്ടർഫ്ലൈ, ഇതൊരു ചെറിയ പൂമ്പാറ്റയാണ്. ഇറ്റ് ഹാസ് 2 വിങ്സ്, ഇതിന് എത്ര ചിറകുകളുണ്ട്? 2 എണ്ണം ഉണ്ടല്ലേ. ദ വിങ്സ് ആർ കളർഫുൾ, വിങ്സ് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഐ ലൈക്ക് ദ ബട്ടർഫ്ലൈ, എനിക്ക് ബട്ടർഫ്ലൈയെ ഇഷ്ടമാണ്. അപ്പൊ ഇതുപോലെ എഴുതാം. ഇതുപോലെ നമ്മൾ പഠിച്ച എന്തിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കാം. നമുക്കിനി റെയിൻബോയെ കുറിച്ച് എഴുതി നോക്കാം. എന്തൊക്കെ എഴുതാം? ദിസ് ഈസ് എ റെയിൻബോ, ഇതൊരു റെയിൻബോ, മഴവില്ലാണ്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ റെയിൻബോ, ഇതൊരു മനോഹരമായ മഴവില്ലാണ്. ഇറ്റ് ഹാസ് 7 കളേഴ്സ്, ഇതിൽ എത്ര കളറുണ്ട്? 7 നിറങ്ങളുണ്ടല്ലേ. ഐ ലൈക്ക് റെയിൻബോ, എനിക്ക് മഴവില്ല് ഇഷ്ടമാണ്. ഇതുപോലെ ഏതൊന്നിനെ കുറിച്ചും ചോദിച്ചാൽ നമ്മൾ എഴുതണം. അപ്പോൾ കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയാകും, അതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇതിൽ കുറച്ച് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവും, അതനുസരിച്ച് നിങ്ങൾക്ക് എഴുതാനും കഴിയും. പക്ഷേ എല്ലാ വേർഡ്സിന്റെയും സ്പെല്ലിങ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനിയും ഇതുപോലുള്ള മോഡൽ ചോദ്യങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് നോക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ പാർട്ട് 2 വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.